എറണാകുളം ജില്ലയിൽ ശക്തമായ മഴ തുടരുമ്പോൾ ഉച്ചയ്ക്ക് ശേഷം ജില്ലയിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴ തുടരുന്നുണ്ടെങ്കിലും നഗരപ്രദേശങ്ങളിൽ വെള്ളക്കെട്ടില്ല എന്നുള്ളത് ചെറിയ ആശ്വാസകരമായ കാര്യമാണ്. സാധാരണ കൊച്ചി നഗരം പെട്ടെന്ന് വെള്ളത്തിൽ മുങ്ങുന്ന ഒരു നഗരമാണ്. എടവനക്കാട് തീരപ്രദേശ മേഖലയിലെ പ്രശ്നങ്ങളോട് കലക്ടർ മുഖം തിരിക്കുന്നു എന്നാരോപിച്ച് വൈപ്പിൻ ചെറായി സംസ്ഥാന പാത തീരദേശവാസികൾ ഉപരോധിച്ചിട്ടുണ്ട്. അലി അക്ബർ ഷാ നൽകും വിവരങ്ങൾ. അലി, വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഈ ഭാഗത്ത് നിന്ന് സംസ്ഥാന പാത അടക്കം ഉപരോധിച്ചുകൊണ്ട് അവിടുത്തെ നാട്ടുകാർ, തീരദേശവാസികൾ ഉന്നയിച്ചിട്ടുള്ളത്. കടലാക്രമണം അതിരൂക്ഷമായി തുടരുകയാണ്. കലക്ടറുടെ വാക്കിൽ തൃപ്തിയാകുന്നില്ല. പകരം വകുപ്പ് മന്ത്രി തന്നെ നേരിട്ടെത്തി ഉത്തരവാദിത്വം പറയണം, അല്ലെങ്കിൽ ഉറപ്പ് നൽകണം എന്നുള്ളതായിരുന്നു അവരുടെ ആവശ്യം. സമരം അവസാനിച്ചിട്ടുണ്ടോ അലി? എന്താണ് സാഹചര്യം? ബിനിൽ ഈ പറഞ്ഞതുപോലെ മധ്യ കേരളത്തിലെ ഏകദേശം എല്ലാ ജില്ലകളിലും കനത്ത മഴ തുടരുകയാണ്. എറണാകുളത്തും ശക്തമായ മഴയുണ്ട്, ഇടവിട്ട മഴയാണ് പെയ്യുന്നത്. ഇപ്പോൾ ഏറ്റവും പ്രധാനമായും പ്രതിസന്ധിയിലായിരിക്കുന്നത് ആലപ്പുഴ, കോട്ടയം, തൃശ്ശൂർ ഉൾപ്പെടെയുള്ള ജില്ലകളുടെ തീരമേഖലകളൊക്കെയാണ്. ഇപ്പോൾ എറണാകുളത്തെ കാര്യം പറയുകയാണെങ്കിൽ എടവനക്കാട് പ്രദേശത്താണ് ഈ കടലാക്രമണ ഭീഷണിക്ക് ഒരു പരിഹാരം ഇതുവരെയും കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നത് ഉയർത്തിക്കാട്ടി നാട്ടുകാർ വലിയ പ്രക്ഷോഭത്തിലേക്ക് കടന്നത്. ഈ കളക്ടർ ഈ എടവനക്കാടിലെ പ്രതിസന്ധി തിരിഞ്ഞു നോക്കുന്നില്ല എന്ന നിലയിലുള്ള വലിയ രീതിയിലുള്ള ആരോപണമായിരുന്നു നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്തായാലും താൽക്കാലിക ഒരു സംവിധാനം ഇവിടെ ഒരുക്കാം, ഉടൻ തന്നെ ടെട്രാപോഡ് ഉൾപ്പെടെയുള്ള സംവിധാനത്തിലേക്ക് പോകാനുള്ള നടപടികൾ നടത്താമെന്ന് ഉറപ്പ് നൽകിയാണ് കളക്ടർ ഇവിടെ നിന്നും പോയത്. പക്ഷേ പ്രതിഷേധം അവസാനിച്ചിട്ടില്ല. എടവനക്കാട് പ്രദേശത്ത് അതുപോലെ തീരദേശങ്ങളിലെല്ലാം തന്നെ വലിയ നിലയിലുള്ള പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. ഈ ചെല്ലാനത്ത് ടെട്രാപോഡ് വന്നു, അതുപോലുള്ള സംവിധാനം ബാക്കി മേഖലകളിലേക്കും വരണമെന്നതാണ് പ്രധാനമായും ആവശ്യം. കണ്ണമാലിയുടെ വിവിധ മേഖലകളിൽ വൈപ്പിൻ ഭാഗത്തെല്ലാം തന്നെ വലിയ രീതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലും കടലേറ്റം ഉണ്ടായിരുന്നു. ഇതാണ് ഈ എറണാകുളത്തിന്റെ തീരദേശ മേഖലയെ സംബന്ധിച്ച് പറയാനുള്ളത്. മറ്റൊരു പ്രധാന കാര്യം, ഈ നഗരത്തിൽ ഇടവിട്ട് മഴ പെയ്യുമ്പോഴും വലിയ വെള്ളക്കെട്ടുകൾ എവിടെയും രൂപപ്പെടുന്നില്ല എന്നത് തന്നെയാണ്. കഴിഞ്ഞ മുൻകാലങ്ങളിൽ ചിത്രങ്ങൾ ഏകദേശം മാറി എന്ന് പറയേണ്ടി വരും. KSRTC ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെ അത്തരം വലിയൊരു പ്രതിസന്ധിയിലേക്ക് ഇപ്പോൾ പോയിട്ടില്ല. ആലപ്പുഴ, കോട്ടയം, തൃശ്ശൂർ ഉൾപ്പെടെയുള്ള ജില്ലകളിൽ വലിയ ഓടകൾ നിറഞ്ഞൊഴുകുന്നതായിരുന്നു. പ്രധാനമായും ഓടകളിലെ ബ്ലോക്കുകൾ ഉൾപ്പെടെയായിരുന്നു പ്രധാനമായും കൊച്ചി നഗരക്കെട്ടിലെ വെള്ളക്കെട്ടിന് കാരണമായി നാട്ടുകാർ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയിരുന്നത്. അപ്പോൾ ഈ ഓടകൾ പൂർണ്ണമായും ശുചീകരിച്ച് കഴിഞ്ഞിട്ടുണ്ടോ? ബിനിൽ, ഇത്തവണ മഴ എത്തുന്നതിന് മുൻപ് തന്നെ അധികൃതരെല്ലാം പറഞ്ഞത് ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കൃത്യമായി നടന്നിട്ടുണ്ട്, അതുകൊണ്ട് വെള്ളം കയറില്ല ഇത്തവണ എവിടെയും എന്നാണ്. പക്ഷെ അതിനുശേഷവും പല ഭാഗങ്ങളിലും നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായി. ഇത്തവണയും പ്രതിസന്ധി ഉണ്ടായി. വലിയ വിമർശനങ്ങൾ ഉയർന്ന ഘട്ടത്തിൽ വീണ്ടും ആ മഴ പെയ്തുകൊണ്ടിരിക്കെ തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടത്തുകയുണ്ടായി. ഈ അടുത്ത ദിവസങ്ങളിലും ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ, ഓട വൃത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. എന്തായാലും അതിന്റെ ഒരു ഫലം എന്തായാലും ഇത്തവണ ഈ മഴ പെയ്യുമ്പോൾ കാണാനുണ്ട്. ചെറിയ രീതിയിൽ വെള്ളക്കെട്ടുണ്ടാവുകയും പെട്ടെന്ന് തന്നെ അത് ഇറങ്ങിപ്പോവുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ആശ്വാസമാണ്. പക്ഷെ മധ്യ കേരളത്തിലെ ആകെ സ്ഥിതി അതല്ല. പലയിടത്തും വെള്ളക്കെട്ടുണ്ട്. കൊച്ചി നഗരത്തിൽ ഒഴികെ തീരദേശ മേഖലകളിൽ ഉൾപ്പെടെ കടലാക്രമണം അതിരൂക്ഷമായി തുടരുകയാണ്. അങ്ങനെ പ്രതിസന്ധി തന്നെയാണ് മധ്യ കേരളത്തിലും ഉള്ളത്.